ധൈര്യത്തോടെ പറയണം, എൻ്റെ നിലവിളി നിങ്ങൾ കേട്ടില്ലെങ്കിലും എൻ്റെ നിലവിളിക്കൊരു കാത് തുറന്നിരിപ്പുണ്ട്. അതാരാന്നറിയാമോ? ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയുന്നവൻ. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. ഏതിനോടൊന്ന് മുകളിലുണ്ട്, ഞാൻ വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ വായിക്കണം വീട്ടിൽ ചെന്ന്. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. ബൈബിളിൽ വാക്യമുണ്ട്, അതിനെ ഉണ്ടാക്കിയവൻ അവയെ പോലെ ആകുന്നു, അവയെ നമസ്കരിക്കുന്ന ഏവനും അവയെ പോലെയാ. അടുത്ത കേട്ടോ, അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. ഉത്തരം പറയത്തില്ല. കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. നിന്നെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കത്തില്ല. ഇതോർത്ത് സ്ഥിരത കാണിപ്പീൻ. ദ്രോഹികളെ ഇത് മനസ്സിലാക്കുവീൻ. ഇത് മനസ്സിലാക്കടാ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം. എന്നെ പോലെ ഒരുത്തനുമില്ല. നിന്റെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കുന്ന എൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ലെന്ന് ഇത് തിരിച്ചറിഞ്ഞ ദാവീദ് ഒരിക്കൽ പറഞ്ഞ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ പേടിക്കത്തില്ല. നിന്നെ പേടിപ്പിക്കാൻ പലരും നോക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിലെ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ചിലരൊക്കെ നിന്നെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പേടിക്കില്ല, നീ തോക്കത്തില്ല. നിന്നെ തോപ്പിക്കാൻ നോക്കുന്നവർ തോറ്റുപോകും. ബൈബിളിന്റെ വെളിപ്പാടാ. എന്നിട്ട് വായിച്ചേ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം. എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. അവന്റെ പ്രത്യേകത ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവർത്തിയാകും. വിശ്വസിക്കുന്ന സഭ ഒരു ആമീൻ പറ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തു പറ, എൻ്റെ ആലോചന നിവൃത്തിയാകുമെന്ന് പറ. ഹല്ലേലൂയ, ജീസസ്. അപ്പം സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗത്തോട്ടാ വരുന്നത്. എൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ നിലവിളിക്ക്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 77-ാം സങ്കീർത്തനം ആസാഫ് ചമച്ചപ്പം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആസാഫ് പറയുക, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. ഞാൻ മിണ്ടാതിരിക്കുമെന്നല്ല, ഞാൻ ശബ്ദമുയർത്തി ദൈവത്തോട് ഞാൻ ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. നിന്നെ ഉറപ്പിക്കുക, ഞാൻ ശബ്ദമുയർത്തി എൻ്റെ ദൈവത്തോട് നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. രാത്രി മുഴുവൻ എന്റെ കൈ തളരാതെ ദൈവത്തിന്റെ മുമ്പിൽ മലർത്തി പിടിക്കും. കണ്ടോ? ചിലര് ചോദിക്കും, കഴിവില്ലാതെ നിലവിളിക്കുന്ന നിന്റെ കൂടെ ആരുണ്ട്? ധൈര്യത്തോടെ പറയണം, എൻ്റെ നിലവിളി നിങ്ങൾ കേട്ടില്ലെങ്കിലും എൻ്റെ നിലവിളിക്കൊരു കാത് തുറന്നിരിപ്പുണ്ട്. അതാരാന്നറിയാമോ? ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയുന്നവൻ.